ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20 അധ്യായത്തിൽ 20 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോയുടെ ശ്രേഷ്ഠ ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ നാം ഇന്ന് ആചരിക്കുകയാണ്. ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ യൂദാസിൻ്റെ ആത്മഹത്യ മാറ്റിവെച്ചാൽ ക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ആദ്യമായി വീരചരമം പ്രാപിക്കുന്ന, ധീര രക്തസാക്ഷിത്വം വഹിക്കുന്ന ശക്തനായ പ്രവാചകതുല്യനായ ശിഷ്യനാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ. മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങളിൽ നന്മയുടെ ഭാവങ്ങൾ ചാലിക്കാൻ ക്രിസ്തു സുവിശേഷത്തിൻ്റെ ചാരുതയാർന്ന നന്മയുടെ മേഖലകൾ തൻ്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം കപടമാണെന്നും പ്രവൃത്തി കൂടാതെ വിശ്വസിക്കുന്നവൻ ചത്തവന് തുല്യനാണെന്നുമൊക്കെ കൃത്യമായ ഭാഷയിൽ നമ്മളെ പഠിപ്പിച്ച അപ്പസ്തോലനാണ്. ഈ ധീര രക്തസാക്ഷിയുടെ ഓർമ്മ ആചരിക്കുന്ന ഈ പുണ്യദിനത്തിൽ നാം ഇന്ന് സുവിശേഷത്തിലൂടെ ആത്മവിചിന്തനം നടത്തുന്നത് ഈശോയുടെ അടുക്കൽ സബദിപുത്രന്മാർ വന്ന് നടത്തുന്ന ഒരു അഭ്യർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ്. ലൂക്കാ സുവിശേഷത്തിലും ഇതേ സുവിശേഷ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കാ സുവിശേഷത്തിൽ ശിഷ്യന്മാർ നേരിട്ട്, യാക്കോബും യോഹന്നാനും നേരിട്ട് ഈശോയോട് തങ്ങളുടെ ആവശ്യം, ആഗ്രഹം ഉന്നയിക്കുമ്പോൾ ഇവിടെ അമ്മയുടെ തണല് പറ്റിയാണ് ശിഷ്യന്മാർ ഈശോയെ സമീപിക്കുക. കർത്താവേ, അങ്ങ് നിത്യരാജ്യത്തിൻ്റെ ഭരണാധിപനായിട്ട് കടന്നു വരുമ്പോൾ എൻ്റെ ഈ മക്കളിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കാൻ ഇടയാക്കണം. ഒരുപക്ഷെ ഈ അമ്മയുടെ ആഗ്രഹമായിരുന്നോ ഇത് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ പുണ്യവഴികൾ നമ്മൾ കാണുക. ഒരിക്കൽ പോലും ശിഷ്യത്വത്തിൻ്റെ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തികളായിരുന്നു ഇവരെന്ന് തോന്നുന്ന മറ്റ് സൂചനകളൊന്നും സുവിശേഷത്തിൽ നാം കാണുന്നില്ല. പക്ഷേ ഇതൊരു മാനുഷിക വികാരത്തിൻ്റെ സൂചനയായതുകൊണ്ട് നമുക്കിതിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്. ഒന്നാമതെത്താനുള്ള കൊതി നമുക്കൊക്കെ ഉണ്ട് എന്നത് ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഈശോയ്ക്ക് ശിഷ്യന്മാരേറെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് 12 പേരെ ഒരു ക്രീമി ലെയറായിട്ട് ഈശോ തിരഞ്ഞെടുത്തിട്ടാണ് അപ്പസ്തോലന്മാരാക്കുക. അതിലും പ്രത്യേകതയോടെ നാം കാണുന്നുണ്ട്, ഈശോ ഈ യാക്കോബിനെയും യോഹന്നാനെയും ഒപ്പം പത്രോസിനെയും ചേർത്ത് തൻ്റെ ഒരു കോർ ഗ്രൂപ്പ് എന്നും സൂക്ഷിച്ചിരുന്നു. ആദ്യ വിശേഷങ്ങളൊക്കെ ഈശോ പങ്കുവയ്ക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകുന്നതുമൊക്കെ ഇവർ 4 സംഘമായിരുന്നു. എന്നിട്ടും അതിനും മുകളിൽ, അതുക്കും മേലെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രത നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കണ്ടെത്തുകയാണ്. ഈശോയുടെ വലതും ഇടതും ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയോടുള്ള വലിയ സ്നേഹം കൊണ്ടാണ് എന്ന് ധരിക്കാൻ മാത്രം സാധ്യതയില്ലല്ലോ. അവിടെ ആഗ്രഹം ഈശോ കഴിഞ്ഞാൽ തങ്ങളായിരിക്കണം അവൻ്റെ സുവിശേഷത്തിൻ്റെ, അവൻ്റെ രാജ്യത്തിൻ്റെ, അവൻ്റെ സഭയുടെ പ്രഥമസ്ഥാനീയരായിട്ട് തീരേണ്ടത്. പത്രോസ് പാറയാണെന്ന് പറഞ്ഞതും, പാറമേൽ സഭ പണിയുമെന്ന് പറഞ്ഞതും, നരക കവാടങ്ങൾ തുറക്കാനാവാത്ത വിധം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസിന് കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞത് ഇവർ കേട്ടിട്ടുണ്ടാകും, ഉറപ്പാണ്. അതിനാണ് ഒരുപക്ഷെ പത്രോസിനെയും ഒന്ന് വെല്ലാൻ അമ്മയുടെ സഹായത്തോടെ ഇവർ കടന്നു വരിക. അധികാരസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി
അത് സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും ഇന്ന് എല്ലാ തലങ്ങളിലുമുണ്ട് എന്നതാണ് ദയനീയമായ ഒരു സത്യം. ഈ സ്ഥാനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്, സ്വന്തമാക്കാൻ വേണ്ടി, സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ ഒരുപാട് വ്യത്യസ്തങ്ങളാണ്. ഇവിടെ അമ്മയുടെ കൂട്ടുപിടിച്ച് ശിഷ്യന്മാർ ഈശോയെ സമീപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഈ പ്രഥമസ്ഥാനീയനാകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചതായിട്ടോ, ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് ധീരമായ ചുവടുകൾ എടുക്കുന്നതിനിടയിൽ അധികാരസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി കുൽസിത മാർഗങ്ങൾ പ്രയോഗിക്കുന്നതായിട്ടൊന്നും സുവിശേഷത്തിലില്ല. ഒരുപക്ഷെ ഈശോ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണമെന്നും അധികാരം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ അടിമയുടെ ജോലി ചെയ്യേണ്ടവനാണെന്നുമൊക്കെ ഈശോ പഠിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊണ്ട് തിരുത്താൻ യാക്കോബിനും യോഹന്നാനുമൊക്കെ സാധിച്ചിരിക്കാം. പക്ഷേ ഇതൊരു സൂചനയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ അധികാരത്തിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ എൻ്റെ ജീവിതത്തിൽ, സഭാത്മക ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ആത്മീയ ജീവിതത്തിലും ഭൗതിക തലങ്ങളിലുമൊക്കെ പ്രഥമസ്ഥാനീയരാകാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ നാം കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെക്കുറിച്ച് ഒരു ആത്മവിചിന്തനത്തിന് നമുക്ക് തയ്യാറാകാം. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ, ഞാൻ അവരെക്കാളും വലിയ പുള്ളിയാണ് എന്ന് സ്ഥാപിക്കാൻ, മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാൻ, ഞാനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നെന്ന് പറയുന്നതിൻ്റെ സുഖമനുഭവിക്കുന്ന അനേകർ നമുക്കുണ്ട്. അവരിലൊരുവനാകാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ശുശ്രൂഷകൻ്റെ റോളിലാണ് ഈശോ കടന്നു വന്നത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടെ അവിടുന്ന് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചല്ലോ. ശിഷ്യന്മാരുടെ കാല് കഴുകിയതും, അവർക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരണത്തെ പുൽകിയതുമൊക്കെ ദാസൻ്റെ ഭാവം സ്വീകരിച്ചുകൊണ്ടാണ്. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മല കയറി ആകാശത്തിനും ഭൂമിക്കും മധ്യേ വെറുമയോടെ കൊല ചെയ്യപ്പെട്ട നിമിഷമൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഈശോയുടെ പുണ്യവഴികൾ നമുക്ക് സ്വായത്തമാക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ വലിയ മാധ്യസ്ഥം നമുക്ക് തേടാം. ചെറുതാകലിൻ്റെ പുണ്യം ഹൃദയത്തിൻ്റെ ഭാവമായി സ്വീകരിക്കാനുള്ള ആഗ്രഹം ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ.